ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. ലേവ്യ പുസ്തകം 24-ന്റെ വാക്യം, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കാം. ഇവിടെ സമാഗമന കൂടാരത്തിലെ പല ഉപകരണങ്ങളിൽ നിലവിളക്ക് വളരെ നമുക്ക് പ്രത്യേകമായി അവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിന് നിഴലായിട്ട് നാം കാണുന്നുണ്ട്. അഥവാ ഈ ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്, അതിന് എബ്രായ പദം മെനോറ എന്നാണ്. അത് സമാഗമന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലത്ത് ആണ് ഈ നിലവിളക്ക് കത്തിക്കൊണ്ട് ഇരുന്നത്. അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവിടെ ജനലുകളോ മറ്റ് പ്രകാശ കവാടങ്ങളോ ഇല്ലായിരുന്നു. ഈ നിലവിളക്കിലൂടെ മാത്രമാണ് അവിടെ പ്രകാശം പടർത്തിയിരുന്നത്. ഇത് ഒരു തങ്കക്കട്ടിയിൽ നിന്ന് അടുപ്പുപണിയായി ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരുന്നു. ഏകദേശ തൂക്കം ഏതാണ്ട് 100 പൗണ്ട് അഥവാ 45 കിലോഗ്രാം ഭാരമാണ്, തൂക്കമാണ് ഇതിനുണ്ടായിരുന്നത്. 3 ഭാഗങ്ങളായിട്ട് ചുവട്, വിളക്കുതണ്ട്, കവരങ്ങള് അഥവാ ബ്രാഞ്ചസ്, അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ചുവട്ടിൽ നിന്ന് ഒരു വശത്തേക്ക് 3 കവരകളും മറുവശത്തേക്ക് 3 കവരകളും, അങ്ങനെ 6 കവരങ്ങൾ. ഏറ്റവും മേളിൽ വീണ്ടും ഒരു വിളക്ക് തണ്ട്. അങ്ങനെ 3 ദീപങ്ങളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ ചുവടും തണ്ടും പുഷ്പകുടങ്ങളും മൊട്ടുകളും പൂക്കളും ഇതെല്ലാം അടങ്ങിയ ഈ ഒറ്റ തങ്ക കട്ടിയായിരുന്നു ഈ നിലവിളക്ക്. തണ്ടിൽ നിന്ന് തന്നെ അടിപ്പുപണിയായി ആയിരുന്നു അത് പണിതിരുന്നത്. പ്രത്യേകം വെൽഡ് ചെയ്ത് ചേർക്കുകയൊന്നുമല്ല. ഒറ്റ തണ്ടിൽ നിന്ന് തന്നെ, ചുവട്ടിൽ നിന്ന് തന്നെ അത് പണിതിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ആ തണ്ടിൽ എണ്ണ ഒഴിക്കുമ്പോൾ അത് ശിഖരങ്ങളിലേക്കും വന്ന് നിറയുന്ന അനുഭവത്തിൽ, അഥവാ ഓരോ ഭാഗത്തേക്കും ആ എണ്ണ നിറയുന്ന അനുഭവത്തിലായിരുന്നു അതിൻ്റെ പണി ചെയ്തിരുന്നത്. പ്രത്യേകം അഭിഷേകം ചെയ്ത പണിക്കാരായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിന്റെ അളവുകൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിന് നിഴലാണ്. പരിശുദ്ധാത്മാവ് അളവ് കൂടാതെയാണ് നമ്മളിൽ പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ഇടിച്ചെടുത്ത തെളിവുള്ള നേരിയ ഒലിവെണ്ണ ആയിരുന്നു അതിന് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ നടുത്തണ്ട് ക്രിസ്തുവിനെയും ശിഖരങ്ങൾ വിശ്വാസിയെയും കാണിക്കുന്നതാണ്. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിറവാണ് ഒരു ദൈവ പൈതലിനെ മരുഭൂമിയിൽ അണയാതെ നിർത്തുന്നത് എന്നതാണ് നാം ഓർത്തിരിക്കേണ്ടത്. ഈ വിളക്ക് നാം കണ്ടു, അത് നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. അഗരോൻ വൈകിട്ട് സന്ധ്യാസമയം അത് ഒരുക്കി അതിന്റെ തിരുനാളങ്ങൾ ശുദ്ധീകരിച്ച് കത്തിക്കുന്നു. അത് നേരം വെളുക്കുന്നത് വരെ അത് കത്തിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ ആത്മീയ അർത്ഥത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, 1, ഇത് ക്രിസ്തുവിന് നിഴല്; 2, പരിശുദ്ധാത്മാവിന് നിഴല്; 3, ദൈവ വചനത്തിന്റെ ശക്തിയെ, അതിന്റെ പരിശുദ്ധിയെ ഒക്കെ ഇത് കാണിക്കുന്നതാണ്. 7 ദീപങ്ങൾ വചനത്തിന്റെ പൂർണ്ണ
വെളിപ്പാടിനെ കാണിക്കുന്നതുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവും തിരുസഭയും ആണ് ലോകത്തെ എന്നെന്നും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മീക മർമ്മം നമുക്ക് ഈ വിളക്കിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബദാം പുഷ്പങ്ങളും മുട്ടുകളും അതേപോലെ ഇതളുകളും ഇതെല്ലാം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവിധ കൃപകളെയും അനുഗ്രഹങ്ങളെയും വിവിധ വരങ്ങളെയും ഒക്കെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. ക്രിസ്തുവിലൂടെ ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത്, അത് ക്രിസ്തുവിന്റെ അടുക്കലേക്ക്, അരുമനാഥന്റെ അടുക്കലേക്ക് എത്രത്തോളം നാം ഏൽപ്പിച്ചു കൊടുക്കുമോ അത്രത്തോളം അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ, രോഗസൗഖ്യമാകട്ടെ, മറ്റു വിടുതലുകളാകട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാകട്ടെ, ഇതെല്ലാം ക്രിസ്തുവാകുന്ന ഈ വിളക്ക് തണ്ടിലൂടെ ഈ ശാഖകളാകുന്ന വിശ്വാസികളാകുന്ന നമുക്ക് എന്നെന്നും അനുഭവിച്ചെടുക്കുവാനായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം നമുക്ക് എത്രയോ സംതൃപ്തിയും പ്രത്യാശയും നൽകുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിളക്ക് വളരെ മനോഹരമാണ്. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളിൽ വളരെ മനോഹരമായ ഒരു ഉപകരണമാണ് ഈ നിലവിളക്ക് അഥവാ ക്രിസ്തു 10,000-ങ്ങളിൽ സുന്ദരൻ എന്ന തിരുവചനം നമ്മെ വെളിപ്പെടുത്തുന്നു. അതേപോലെ ഇതിന്റെ പൂർണ്ണ വെളിപ്പാട് നമുക്ക് സ്വർഗത്തിലാണ് ക്രിസ്തുവിനോട് ചേർന്ന് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ലോകത്തിൽ നമ്മെ ദീപങ്ങളായി, വെളിച്ചങ്ങളായി, ഈ ലോകത്തിന് വെളിച്ചം പകർന്നു കൊടുക്കേണ്ടതിന്, ക്രിസ്തുവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കേണ്ടതിന് കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നു എന്നുള്ളതായ കാര്യം വീണ്ടും നാം ഓർത്തിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയിലാണ് ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത്. കാൽവറി ക്രൂശിൽ സകല കഷ്ടതകളും ഏറ്റുവാങ്ങി നമ്മെ പ്രകാശിപ്പിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായ ക്രിസ്തുവിന്റെ വെളിപ്പാട് ആ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയിലൂടെ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയുകയാണ്. ചിലപ്പോൾ ആ ക്രിസ്തുവിനെ പിൻപറ്റുന്നത് മുഖാന്തരം ചില നിന്ദകളോ കഷ്ടതകളോ ത്യാഗങ്ങളോ നാം അനുഭവിക്കേണ്ടി വന്നാലും കഷ്ടതയുടെ നടുവിൽ അതേ ഈ നിലവിളക്ക്, വിശ്വാസിയാവുന്ന ഈ നിലവിളക്ക് അതണയാതെ കത്തി നിൽക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നിത്യതയിലും നമുക്ക് ശോഭിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതെ, ആ ദൈവകരങ്ങളിൽ നമ്മെ നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. Thank you.
തേജസ്സോടെ നാം കാൺമാൻ കാലമായി, തേജസ്സോടെ നാം കാൺമാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ